തന്ത്രി കണ്ഠരര് രാജീവരെ ദ്വാരപാലക കേസിൽ കൂടി പ്രതിയാക്കുമെന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ തന്ത്രി അനുമതി നൽകിയെന്നും തിരികെ എത്തിക്കാൻ വൈകിയപ്പോഴും ഇടപെടലുണ്ടായില്ലെന്നും SIT. ദേവസ്വം ജീവനക്കാരുടെയും അതുപോലെ തന്നെ പത്മകുമാറിന്റെയും ഗോവർദ്ധനന്റെയും മൊഴികളാണ് തന്ത്രിയെ കുടുക്കാൻ കാരണമായിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായി അടുത്ത ബന്ധമെന്ന് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും മൊഴി നൽകിയിട്ടുണ്ട്. സിബി ജോസഫ് വിശദാംശങ്ങൾ നൽകാൻ നമ്മോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന്. സിബി, തന്ത്രി SITയുടെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി കസ്റ്റഡിയിൽ കിട്ടണം. നിലവിൽ നിരവധി തെളിവുകൾ തന്ത്രിക്കെതിരെ ഉണ്ട്, മൊഴികളുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരു സ്ഥിരീകരണം വരണം. ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടി വരും പോറ്റിയെയും ഗോവർദ്ധനെയും ഒക്കെ അടക്കം. എന്നാൽ കൂടുതൽ ഇതിനകത്ത് മുന്നോട്ട് പോകാൻ SIT കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള നീക്കങ്ങൾ അതിനിർണായകമാണ്. എന്തൊക്കെയാണ് SITയുടെ ആലോചനകൾ? സേഫ് എന്തായാലും അതിനിർണായകമായ നീക്കത്തിലൂടെ തന്നെയാണ് തന്ത്രിയെ SIT കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും പ്രതിപട്ടികയിൽ ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഈ തന്ത്രിക്ക് ഈ ഒരു സ്വർണ്ണപ്പാളി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം ആഴത്തിലുള്ള ബന്ധമുണ്ട്, ഇതിൽ സാമ്പത്തിക ലാഭം ലഭിച്ചിരുന്നോ, തന്ത്രിക്കൊപ്പം തന്നെ ആർക്ക് ഉണ്ട്, കൂട്ടുപതിലുണ്ട്, ഇവർ തന്ത്രിക്ക് ആരുമായിട്ടെല്ലാം തന്നെയും ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തന്ത്രിയുടെ ബന്ധം എത്ര കാലം ഇതിൽ സാമ്പത്തികമായ സഹായം ലഭിച്ചിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ SITയുടെ അന്വേഷണത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി തന്ത്രിയെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുകയാണ്. ഇതിന്റെ ഭാഗമായി ഇനിയിപ്പോൾ ഈ SIT ഒരു കസ്റ്റഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി നൽകും. തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പവും മറ്റും കൂട്ടുപതിൽക്കൊപ്പം എല്ലാം തന്നെ ഒരുമിച്ചെത്തിക്കൊണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ തന്ത്രിയുടെ സാമ്പത്തികമായ ലാഭമുണ്ടാക്കിയിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നു, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ പരിശോധിക്കുന്നു. കൂടാതെ നിരവധി ഇടങ്ങളിലെല്ലാം തന്നെയും പരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ശബരിമല കേസുമായി ബന്ധപ്പെട്ടുള്ള ആദ്യം രജിസ്റ്റർ ചെയ്ത ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസിലും തന്ത്രി പ്രധാനപ്പെട്ട പ്രതിയായി മാറുന്നു എന്നുള്ളതാണ്. അതിനുള്ള നീക്കവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോകുന്നതിൽ ഈ സ്വർണം പൂശാൻ വേണ്ടി ഇത്തരത്തിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൊണ്ടുപോകുന്നതിൽ തന്ത്രിയുടെ അനുവാദം ലഭിച്ചിരുന്നു. കൂടാതെ ഈ അനുമതി ലഭിക്കും മാത്രമല്ല ഇത് തിരിച്ചെത്താൻ വൈകിയപ്പോഴും തന്ത്രി ഇടപെട്ടില്ല. അങ്ങനെ ഒരു ആചാര ലംഘനമടക്കം നടത്തി എന്നുള്ള ഒരു കാര്യവും ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പലതവണ അവിടെ പൂജ നടത്തുമ്പോഴും ശ്രീകോവിലിൽ കരിങ്കൽ തൂണുകൾ കാണുമ്പോഴെല്ലാം തന്നെയും ഈ സ്വർണം തിരികെ എത്തില്ല എന്ന് തന്ത്രിക്ക് കൃത്യമായി അറിയായിരുന്നു. എന്നിട്ട് പോലും അത് ദേവസ്വം ബോർഡിനെ അടക്കം അറിയിച്ചില്ല, ഇതിൽ ഇടപെട്ടില്ല. എന്തുകൊണ്ട് ഈ പുറത്തേക്ക് പോയ സ്വർണം തിരികെ എത്തിയില്ല എന്നുള്ള ഇടപെടൽ നടത്തിയില്ല. കൂടാതെ ഈ സ്വർണം പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ആ ദേവസ്വം മാനുവലിന് വിരുദ്ധമായി എന്തുകൊണ്ട് തന്ത്രിയും കൂട്ടുനിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ അന്വേഷണ വിധേയമാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ തന്ത്രിയിലേക്ക് ഈ അന്വേഷണം എത്തുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായ നിർണായകമായ അറസ്റ്റായി മാറുന്നത്. ഇത് ഉദ്യോഗസ്ഥ തലത്തിലും മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളിലും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരിലേക്കെല്ലാം നീങ്ങിയ ഒരു അന്വേഷണം അത് പിന്നീട് തന്ത്രിയിലേക്ക് എത്തുമ്പോൾ ഈ കേസിന്റെ ദിശ തന്നെ മാറുന്നതെന്ന് തന്നെ പറയാം. ഇതിൽ വളരെ കരുതലോടെയായിരുന്നു SIT ആദ്യം മുതൽ തന്നെ പ്രവർത്തിച്ച്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ തന്ത്രി കണ്ഠരര് രാജീവിനെ ഈ കേസിൽ വിളിച്ചു വരുത്തുകയും അന്ന് ചോദ്യം ചെയ്യുന്നു എന്ന രീതിയിലല്ല, സാധാരണ ഒരു കാര്യം ഇതിൽ ചില വിവരങ്ങൾ ചോദിച്ചറിയുന്നു എന്ന രീതിയിൽ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പ്രധാനമായി എടുത്തു പറയുന്നുണ്ടായിരുന്നു. ആചാര ലംഘനം നടത്തി, പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകി, അത് തിരിച്ചെത്താൻ വൈകിയപ്പോഴൊന്നും ഇടപെടൽ നടത്തിയില്ല എന്ന തരത്തിൽ ഒരുപാട് വീഴ്ചകൾ എടുത്തു പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം കരുതിക്കൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ടിപ്പറഞ്ഞു വെച്ചുകൊണ്ട് മനഃപൂർവ്വം അതിന് കൂട്ടുനിന്നു തന്ത്രി കണ്ഠരര് രാജീവരും എന്ന് തന്നെയാണോ SITയുടെ കണ്ടെത്തൽ? അത് സാധൂകരിക്കുന്ന തെളിവുകൾ, സാമ്പത്തിക ഇടപാടുകൾ അടക്കം നടത്തിയിട്ടുണ്ട് എന്ന തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ടോ? ഇതിൽ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് വെറും ഒരു മൗന അനുവാദം മാത്രമല്ല, ഇതിൽ സാമ്പത്തിക ലാഭമടക്കം തന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ് SIT. അതായത് ഈ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയും ഈ അയ്യപ്പന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന താഴമൺ കുടുംബത്തിൽപ്പെട്ട തന്ത്രിയും കൂട്ടുനിന്നു എന്ന ഗൗരവകരമായ ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ SIT എത്തിയിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രിയുടെ അറസ്റ്റ് നടത്തുന്നത്. കാരണം തന്ത്രിയുടെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കരുതലോടെയും കൃത്യമായ മൊഴികളുടെയും അതോടൊപ്പം തന്നെ
കൃത്യമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം സാധാരണ ഒരു ഉദ്യോഗസ്ഥനെയോ ഒരു രാഷ്ട്രീയ പ്രവർത്തനയോ അറസ്റ്റ് ചെയ്യുന്നവരല്ല തന്ത്രിയുടെ അറസ്റ്റ്. അതൊരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്, വൈകാരികമായ ഒരു തലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നത് തന്നെ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടായിരുന്നു തന്ത്രിയെ ഇന്നലെ രഹസ്യമായി വിളിച്ചു വരുത്തുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അതായത് കൃത്യമായ തെളിവുകളും കൃത്യമായ മൊഴികളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ അതെല്ലാം തന്നെ ശേഖരിച്ചു വെച്ചുകൊണ്ടായിരുന്നു ചോദ്യം ചെയ്യലും പിന്നീട് അറസ്റ്റിലേക്ക് നീങ്ങിയതിന് തന്നെ വേണം നമുക്ക് കരുതാൻ. ഇതിൽ എ പത്മകുമാറിന്റെ മൊഴിയും ഗോവർദ്ധൻ കർണാടകയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെയും അടക്കം മൊഴികളാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൃത്യമായ ബന്ധം ഇത്തരത്തിൽ തന്ത്രിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല എത്തിച്ചത് തന്ത്രിയാണെന്ന രീതിയിലുള്ള മൊഴിയാണ് പത്മകുമാറിന് ലഭിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്നത്.